വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുറേ കാലമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുമെന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോഴാട്ടോ ആ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഐ എം സോറി, ഇപ്പോഴാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത് കേട്ടോ. ആ കുട്ടി കുറേ കാലം ഈ ഒരു വീഡിയോ ചെയ്യുമെന്ന് എന്നോട് ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ മന്ത്ലി വൺസെങ്കിലും ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഞാനത് എനിക്ക് ചില സമയം എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല, അങ്ങനെ പല കാരണം കൊണ്ടും എടുക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് എന്തായിട്ടും ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ സോഫയല്ല, നമ്മുടെ ലിവിങ് ആട്ടോ ക്ലീൻ ആക്കുന്നത്. കാരണം നമ്മളെല്ലാവരും എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ലിവിങ്. അപ്പോൾ അവിടെ അധികം പൊടി ഉണ്ടാവും കേട്ടോ. എത്ര തൂത്താലും തുടച്ചാലും ഉണ്ടാകുന്ന ഒരു സ്ഥലം കേട്ടോ അത്. അപ്പോൾ നന്ദുട്ടിൻ്റെ ടോയ്സൊക്കെ സോഫേൻ്റെ ഇടയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ അടിച്ച് വാരി എടുക്കുക കേട്ടോ. എന്നിട്ട് തട്ടിക്കുടഞ്ഞ് കഴുകിയിട്ടേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ ലിവിങ്ങിലുള്ള വലിയ വിൻഡോ ഉണ്ടല്ലോ, അതിലെപ്പോഴും പൊടി ഉണ്ടാവും. ഞാൻ ഗ്ലാസ് തുറന്നിടാറില്ല, എന്നാലും എവിടുന്നാ പൊടി വരുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനത് തുണി വെച്ചിട്ടും തുടച്ചെടുത്തു. എന്നിട്ട് സോഫേൻ്റെ അടിയിലൊക്കെ ഒന്ന് അടിച്ച് വാരി എടുത്തു കേട്ടോ. ഇന്ന് ഏട്ടന് ലീവുള്ള ദിവസമായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ലിവിങ് ക്ലീൻ ചെയ്യുമ്പോൾ ഏട്ടൻ റൂം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി തീരില്ലെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ പെട്ടെന്ന് പരിപാടിയൊന്നും തീർന്നില്ല. നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം മോളുള്ളതിനെ കൊണ്ട് ഇടയ്ക്ക് മോളെ പോയി നോക്കും, ഇടയ്ക്ക് ഇത് ചെയ്യും, അങ്ങനെ വൈകുന്നേരം വരെ ഈ ഒരു പണിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ കാണാത്ത സ്ഥലങ്ങളാണ് ഒരു മൂലയൊക്കെ. നമ്മൾ എന്താ പറയുക, കർട്ടൻ്റെ സൈഡ് കർട്ടനൊക്കെ ഒന്ന് കുടഞ്ഞിട്ടു. പിന്നെ അടിച്ച് വാരി ഒന്ന് ലിവിങ് ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടോ. പിന്നെ നമ്മൾ റൂമിലുള്ള ബെഡ് ഒന്ന് വെയിലത്തിട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ബെഡ് മന്ത്ലി അല്ലെങ്കിൽ ഒരു 2-3 മാസം കൂടുമ്പോഴേക്കും ബെഡ് വെയിലത്തിടുന്നത് നല്ലതായിരിക്കും. കാരണം ബെഡിന് ആ ഒരു സോഫ്റ്റ്നെസ് തിരികെ കിട്ടും കേട്ടോ. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെയിലത്തിട്ടാൽ നല്ലതാട്ടോ. പിന്നെ ചില സമയം നമ്മൾ ബെഡിലൊക്കെ ചെറിയ ചെറിയ പ്രാണികൾ നമ്മൾ കാണാത്തതുണ്ട്. അപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ നമുക്കത് കടിക്കും. അപ്പോൾ ഈ വെയിലത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട്, ആ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. ഇത് ഉറുമ്പിന് മരുന്നടിക്കുന്ന, ഉറുമ്പ് പോകാൻ വേണ്ടിയിട്ട്. അതിൽ കുറച്ച് ഒരു മില്ലിയോ ഇട്ടെടുക്കുക. എന്നിട്ട് കുറച്ച് ഈ ഫുള്ളിൽ വെള്ളം എടുക്കുക, അതിൽ മിക്സ് ചെയ്യുക, ഒരു സ്പ്രേ പോലത്തെ ഒരു കുപ്പിയിലാക്കുക, അടിക്കുക, കൊല്ലുക. ഞാൻ അടിക്കുന്ന കാണിച്ചു തരാം കേട്ടോ. സ്പ്രേയിലെ പോലെ ആക്കിയാൽ സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ അടിക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുള്ളൊരു സാധനം കേട്ടോ ഉറുമ്പ് എന്ന് പറയുന്നത്. ബെഡിലും എല്ലായിടത്തിലും ഉണ്ടാവും. നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും എവിടെ നിന്ന് വരുന്നത് എനിക്കറിയില്ല, ഡ്രസ്സിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഈ ഒരു മരുന്ന് വാങ്ങി അത് സ്പ്രേ ചെയ്തതിന് ശേഷം നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് എന്തെങ്കിലും ബെഡ് ഇട്ട സ്ഥിതിക്ക് ബെഡിൻ്റെ സൈഡിലൂടെ ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് അങ്ങ് പോയിക്കോളൂ കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ സോഫേൻ്റെ സൈഡിലൊക്കെ അങ്ങനെ ഉറുമ്പ് കയറിയിട്ട് കടിച്ചിട്ട് ആ സോഫ അങ്ങനെ കീറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുത്തു. പിന്നെ കാണാത്ത കയ്യെത്താത്ത സ്ഥലത്തൊക്കെ അത് അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഉറുമ്പ് ഈ ഒരു സ്പ്രേ ചെയ്തതിനെ കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ റൂമൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. റൂമിൻ്റെ ഈ ഒരു ജനവാതിലിലാണ് എപ്പോഴും ജനവാതിലിലാട്ടോ അധികം പൊടികൾ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് വീക്ക്ലി വൺസെങ്കിലും നിങ്ങൾ ജനൽക്കമ്പികളൊക്കെ ഒന്ന് തുടച്ചിടാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ജലദോഷമൊക്കെ ഈ ഒരു കാരണം കൊണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ, പൊടി ഇങ്ങനെ അധികമായാലൊക്കെ. അപ്പോൾ ഞാൻ എന്താ പറയുക, ആദ്യമൊന്നും മാസ്ക് ഇട്ടുണ്ടായിരുന്നില്ല, ഞാനൊരു ഫ്ലോൻ അങ്ങ് ചെയ്തു പോകുമായിരുന്നു. പിന്നെ പൊടി ഇങ്ങനെ അധികമായിട്ട് വരുമ്പോഴാണ് എനിക്ക് ഓർമ്മ മാസ്ക് ഇടേണ്ട കാര്യം. അപ്പോൾ നിങ്ങളൊക്കെ എന്താ പറയുക ക്ലീൻ ചെയ്യുമ്പോൾ എന്തായിട്ടും മാസ്ക് ഇടാട്ടോ, അല്ലെങ്കിൽ നമുക്ക് തുമ്മലും അലർജി പ്രോബ്ലംസ് ഒക്കെ വരും. അപ്പോൾ ഞാൻ മാസ്ക് ഇല്ലാത്തതുകൊണ്ടൊരു തുണി കേട്ടോ കെട്ടിയത്. അപ്പോൾ അത് ജനവാതിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ച് വാരുക കേട്ടോ. നമ്മൾ ഡെയിലി അടിച്ച് വാരെങ്കിലും നമ്മൾ കയ്യെത്താത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും, ഈ കട്ടിലിനടി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. പിന്നെ ഏട്ടൻ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് എത്തൂല അതിൻ്റെ മുകളിലേക്ക്. അപ്പം നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഈ ഫാൻ ക്ലീൻ ചെയ്തിട്ട് കുറച്ചായി. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് പിന്നെ നമ്മളെ ചുമരൊക്കെ എന്ന് അടിച്ച് വാരുന്നുണ്ട്. കാരണം മാറാലയൊന്നും ഇല്ല, മാറാലയൊന്നും വെക്കാനുള്ള സാഹചര്യം ഞാൻ വരുത്താറില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിങ്ങനെ ക്ലീൻ ചെയ്യുന്നതിനെ കൊണ്ട് മാറാലയൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഞാൻ ഈ ഒരു ഹോൾസ് ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ പല്ലിക്കാട്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയിടുക കേട്ടോ.
അപ്പോൾ ഏട്ടൻ അവിടെ സ്പ്രേ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ കയ്യെത്താത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ അലമാരേൻ്റെ മുകളിൽ ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യം കേട്ടോ, എ സിൻ്റെ ഉള്ളിലെ ഈ ഒരു നെറ്റ് നമ്മൾ ആരും കണ്ടെത്താത്തൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു നെറ്റ് എന്ന് പറയുന്നത്. അവിടെ നല്ല രീതിയിൽ പൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ ആ എ സിൻ്റെ ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ ആ നെറ്റ് എടുക്കാൻ പറ്റും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തട്ടിക്കുടഞ്ഞ് ഇടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്യാണ്ടിടുകയാണെങ്കിൽ നമുക്ക് ജലദോഷവും അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഞങ്ങൾ മന്ത്ലി അത് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ മന്ത്ലി എന്ന് പറയുമ്പോൾ ഒരു മാസം കൊണ്ടുള്ള പൊടിയാട്ടോ ഇത്. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് തീരെ ക്ലീൻ ചെയ്യാത്തൊരു എ സി ആകുമ്പോൾ നല്ല രീതിയിൽ പൊടി ഉണ്ടാവും. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ആ നെറ്റ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ കൂളിംഗ് കുറയും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മാസത്തിലൊരിക്കലെങ്കിലും ആ നെറ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഏട്ടൻ റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വേഗം വന്നിട്ട് ലിവിങ്ങിലുള്ള നമ്മുടെ ആ ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്തിടുക കേട്ടോ. ഞാൻ ദിവസം തട്ടിക്കുടഞ്ഞിടാറുണ്ട് കേട്ടോ അവിടെ. കാരണം എന്താ വെച്ചാൽ എപ്പോഴും പൊടി ഉണ്ടാവും. ഗ്ലാസ് അതിനെക്കൊണ്ട് എപ്പോഴും പൊടി ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു തുണിയെടുത്ത് ഇങ്ങനെ തുടയ്ക്കാറുണ്ട്. ഞാൻ ഇന്ന് എന്തായാലും ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഏട്ടൻ എന്താ ജനൽ കമ്പികളൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട്, അടിച്ച് വാരിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും പൊടി നമുക്ക് ഇന്ന് നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നൊരു സാധനമായിരിക്കില്ലേ, റിബ്, ക്ലിപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതേപോലെ എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരു 3-4 ഇത് എത്ര വാങ്ങിയാലും മതിയാവാത്തൊരു സാധനം കേട്ടോ. ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാടെണ്ണം കിട്ടാറുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഒന്ന്, അടുത്ത ദിവസം വേറെ, അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം വന്നിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അടിച്ചു വാരലും പൊടി തട്ടലും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ സമയം ഒരു 2 മണി ഒക്കെ 2:30 ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. അപ്പം ഞാൻ വേഗം കൈയോടെ അത് തുടച്ചിടാൻ വിചാരിച്ചു. തുടച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇങ്ങനെ കിട്ടും കേട്ടോ. ഭയങ്കര ഒരു സമാധാനമാണ്. പിന്നെ നമുക്ക് റൂമിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു എനർജി ആട്ടോ. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഏകദേശം സൈഡായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ചേരം ഇരിക്കാണ്ട് ഇനി എടുക്കുകയാണെങ്കിൽ ഞാൻ നാളത്തേക്ക് എഴുന്നേൽക്കലുണ്ടാവില്ലാന്ന്. അങ്ങനെ കുറച്ചേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കുറച്ച് പണികളും തീർക്കാണ്ട് ഉപ്പേരി വെക്കാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏകദേശം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി അതൊക്കെ ചെയ്യാം, ഫുഡ് കഴിക്കാനുള്ള കാര്യം നോക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് ഏട്ടൻ എന്താ നന്ദുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏട്ടനുള്ളതിനെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളിങ്ങനെ കൂടെ ഉള്ളതിനെ കൊണ്ട് തന്നെയാണ് അതൊരു സ്ട്രെങ്ത് തന്നെയാണല്ലേ, അങ്ങനെ ഒരാൾ കൂടെ ഉള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ആരും ഇങ്ങനെ ഇല്ല. നമ്മൾ രണ്ടാളും തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ഷെയർ ചെയ്ത് ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഉച്ചയ്ക്ക് ഉള്ള ഉപ്പേരിൻ്റെ പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അതാ ക്ലീൻ ചെയ്തപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഏകദേശം നല്ല രീതിയിൽ ഡീപ്പ് ക്ലീൻ ചെയ്തതിനെ കൊണ്ട് തന്നെ നല്ല സമാധാനമുണ്ട്, നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ വീടിനെ കൊണ്ട് എത്ര ദിവസം അങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. എന്നാലും ഞാൻ മാക്സിമം ക്ലീനാക്കി ഇടുന്നൊരു ആളാണ് കേട്ടോ. എനിക്കങ്ങനെ വൃത്തികേടായി കിടക്കുന്ന ഇഷ്ടമല്ല. ചാരുട്ടിൻ്റെ ഇപ്പോഴത്തെ ഹോബി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നിലത്തിടുക. പക്ഷെ അവൾ ചുമരോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വൃത്തികേടാക്കൂല കേട്ടോ. ഇത് മാത്രമേ, ഈ പേപ്പർ കട്ടിങ് മാത്രമാണ് അവളുടെ ഒരു ഹോബി. അങ്ങനെ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് കിട്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും വീടും മന്ത്ലിയെങ്കിലും ഡീപ്പ് ക്ലീൻ ചെയ്യുക. നമുക്ക് അസുഖങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡീപ്പ് ക്ലീനിങ് നല്ലതാണ് കേട്ടോ. നമ്മൾ കയ്യെത്താത്ത സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ഞാനിപ്പോൾ മോളുള്ളതിനെ കൊണ്ട് എനിക്ക് അധികമൊന്നും ചെയ്യാൻ കഴിയാറില്ല, പക്ഷേ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് പറയുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.